ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സി-ടെറ്റ് എക്സാം അപ്ലൈ ചെയ്യുന്നതിനെക്കുറിച്ചും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള ഒരു ടോട്ടൽ വീഡിയോ ആണ്. നിങ്ങൾ സി-ടെറ്റ് എഴുതാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ ഉറപ്പായും മുഴുവനായും കാണുക, മിസ് ചെയ്യാതിരിക്കുക. സോ സി-ടെറ്റ് ഫെബ്രുവരി 2026 എക്സാമിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് 27-ാം തീയതി മുതലാണ്. അതായത് നവംബർ 27-ാം തീയതി മുതൽ ഡിസംബർ 18-ാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡേറ്റ്. ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക, 18/12/2025 ഡിസംബർ 18-ാം തീയതിയാണ്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എപ്പോഴാണ് എക്സാം നടക്കുന്നത്? ഫെബ്രുവരി 8-ാം തീയതിയാണ്, സൺഡേ ആണ്. ഫെബ്രുവരി 8-ാം തീയതി സൺഡേ ആണ് സി-ടെറ്റ് എക്സാം നടക്കുന്നത്. അത് കാറ്റഗറി 1-ഉം 2-ഉം സൺഡേ തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, സി-ടെറ്റ് എക്സാം ഡേറ്റ് ഓഫ് എക്സാം, പേപ്പർ കോഡ്, ഷിഫ്റ്റ് ടൈം. അപ്പോൾ പേപ്പർ 1 നടക്കുന്നത് വൈകുന്നേരമാണ് 2:30 മുതൽ 5 മണി വരെ. പേപ്പർ 2 മോർണിംഗ് ഷിഫ്റ്റ് ആണ്, രാവിലെ 9:30 മുതൽ 12 മണി വരെ, ഉച്ചയ്ക്ക് 12 മണി വരെയാണ് പേപ്പർ 2 നടക്കുന്നത്. കണ്ടല്ലോ, ഡേറ്റ് എല്ലാവരും ശ്രദ്ധിച്ചല്ലോ, ഫെബ്രുവരി 8-ാം തീയതി. ഓക്കെ, സൺഡേ. ഇനി ആർക്കും ഒരു സംശയവും ഉണ്ടാവാൻ പാടില്ല. പേപ്പർ 1 ഈവനിങ് ആണ്, പേപ്പർ 2 മോർണിംഗ് ആണ്. സി-ടെറ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഈ കാണുന്നതാണ് സി-ടെറ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? ആദ്യം തന്നെ നിങ്ങൾ ഈ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ PDF മുഴുവനായും വായിച്ചിരിക്കണം. കാരണം നിങ്ങൾക്ക് ഒരു സംശയവും വരാതിരിക്കാനാണ്. അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഓരോരോ സംശയം തോന്നും. ഇത് മുഴുവനായിട്ട് അങ്ങ് വായിക്കുകയാണെങ്കിൽ ഒരു സംശയവും തോന്നത്തില്ല. എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യേണ്ടത്? ഫസ്റ്റ് നിങ്ങൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ടു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് സി-ടെറ്റ്, ദെൻ ഗോ ടു ലിങ്ക് അപ്ലൈ ഓൺലൈൻ. പിന്നെ എന്ത് ചെയ്യണം? ഫിൽ ഇൻ ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ആൻഡ് നോട്ട് ഡൗൺ രജിസ്ട്രേഷൻ നമ്പർ ആൻഡ് ആപ്ലിക്കേഷൻ നമ്പർ. രജിസ്ട്രേഷൻ നമ്പർ ഓർ ആപ്ലിക്കേഷൻ നമ്പർ. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, സിഗ്നേച്ചർ വേണം. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വഴിയെ പറയാം. നിങ്ങൾക്ക് ഫീ ഓൺലൈനായിട്ട് പേ ചെയ്യാം, ഡെബിറ്റ് കാർഡ് ഓർ ക്രെഡിറ്റ് കാർഡ് ഓർ നെറ്റ് ബാങ്കിങ്. ദെൻ കൺഫർമേഷൻ പേജ് പ്രിന്റ് ചെയ്ത് വെക്കണം. ഓൺലൈൻ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ്, സ്കാൻഡ് ഇമേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്ലോഡിംഗ് ഓഫ് സ്കാൻഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ആർ മാൻഡേറ്ററി. അപ്ലോഡ് സ്കാൻഡ് ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ ഇൻ JPEG ഫോർമാറ്റ്. സൈസ് ഓഫ് സ്കാൻഡ് ഫോട്ടോഗ്രാഫ് ഷുഡ് ബി ബിറ്റ്വീൻ 10 to 100 KB. ശ്രദ്ധിച്ചല്ലോ, 10 KB മുതൽ 100 KB വരെയാണ് സ്കാൻഡ് ഫോട്ടോഗ്രാഫിന്റെ സൈസ് പറഞ്ഞിരിക്കുന്നത്. ഇമേജ് ഡയമെൻഷൻ ഓഫ് ഫോട്ടോഗ്രാഫ് 3.5 cm width into 4.5 cm height. ഇനി സൈസ് ഓഫ് സിഗ്നേച്ചർ ഷുഡ് ബി ബിറ്റ്വീൻ 3 KB to 30 KB. ഇമേജ് ഡയമെൻഷൻ ഓഫ് സിഗ്നേച്ചർ ഷുഡ് ബി 3.5 cm ലെങ്ത് ഇൻറ്റു 1.5 cm ഹൈറ്റ്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തന്നെ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിച്ച് മാത്രം അപ്ലോഡ് ചെയ്യുക. ഇനി ഒരു കാര്യം, ഒരുപാട് വർഷം പഴയ ഫോട്ടോഗ്രാഫ് ആരും അപ്ലോഡ് ചെയ്യാതിരിക്കുക. ദയവായിട്ട് ലേറ്റസ്റ്റ് ഫോട്ടോഗ്രാഫ് മാത്രം അപ്ലോഡ് ചെയ്യുക. അതിവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം, കാറ്റഗറി വൈസ് ഫീ എത്രയാണെന്നുള്ളത്. എക്സാമിനേഷൻ ഫീ ജനറൽ ആണെങ്കിലും OBC നോൺ ക്രീമി ലെയർ ആണെങ്കിലും OBC ആണെങ്കിലും ഒക്കെ പേപ്പർ 1-ന് അല്ലെങ്കിൽ പേപ്പർ 2 ഏതെങ്കിലും ഒരെണ്ണമേ എഴുതുന്നുള്ളൂ എങ്കിൽ 1000 രൂപയാണ്. ഇനി ജനറൽ OBCക്കാർക്ക് പേപ്പർ 1-ഉം 2-ഉം കൂടി എഴുതണമെങ്കിൽ 1200. ഓക്കെ, അടുത്തത് SC/ST ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ. അവർക്ക് പേപ്പർ 1 മാത്രമാണെങ്കിൽ 500 രൂപയും പേപ്പർ 1-ഉം 2-ഉം വേണമെങ്കിൽ 600 രൂപയുമാണ് പേ ചെയ്യേണ്ടത്. ഫീനെ കുറിച്ചുള്ള ഐഡിയ കിട്ടിയല്ലോ. ജനറൽ OBC എല്ലാവരും തന്നെ പേപ്പർ 1-ഓ 2-ഓ ഏതെങ്കിലും ഒന്ന് എഴുതുന്നുണ്ടെങ്കിൽ 1000 രൂപയും, രണ്ടും എഴുതണമെങ്കിൽ പേപ്പർ 1-ഉം 2-ഉം എഴുതണമെങ്കിൽ 1200 രൂപ. മറ്റ് കാറ്റഗറീസിൽപ്പെട്ടവർക്ക് 500 രൂപ, 2 പേപ്പറും കൂടി എഴുതുന്നുണ്ടെങ്കിൽ 600 രൂപ. കറക്ഷൻ ഓർ അപ്ഡേഷൻ ഇൻ ഡീറ്റെയിൽസ്, ഇത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സെറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് പേര് ഒരുപാട് മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്. അത് ഒരു മിസ്റ്റേക്കും വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ദി കാൻഡിഡേറ്റ്സ് പെർട്ടിക്കുലേഴ്സ് ക്യാൻ നോട്ട് ബി ചേഞ്ച്ഡ് ഓർ എഡിറ്റഡ് വൺസ് ദ എക്സാമിനേഷൻ ഫീ ഹാസ് ബീൻ സബ്മിറ്റഡ്. കേട്ടല്ലോ, അത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ആരും മെസ്സേജ് അയക്കേണ്ട, എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഹൗവർ ദ ഫെസിലിറ്റി ഓഫ് കറക്ഷൻസ് ഇൻ ദ പർട്ടിക്കുലർ except city of examination may be made available on the portal during the specified period which will be notified on the website of CTET. ഇനി എന്താണ് സിറ്റി ഓഫ് എക്സാമിനേഷൻ? നിങ്ങൾ ഒരിക്കൽ വെച്ച് കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. മറ്റു കാര്യങ്ങളൊക്കെ അറിയിക്കുന്ന സമയത്ത് ഒരു സ്പെസിഫൈഡ് പീരീഡിൽ വിൽ ബി നോട്ടിഫൈഡ്. ഇറ്റ് ക്യാൻ ബി എഡിറ്റഡ്. Then the board will not be responsible for any consequences arising out of non-acceptance of any correction or addition or deletion in any particular once filled in the application form whatsoever the reason may be. നിങ്ങൾ ഒരു പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ കൊടുത്ത് തെറ്റിപ്പോയിട്ട് അതിന്റെ ഒരു ഉത്തരവാദിത്വവും ഇവർ ഏറ്റെടുക്കില്ല, ഈ ബോർഡ് ഏറ്റെടുക്കില്ല എന്നാണ് പറയുന്നത്. സോ പ്ലീസ് ബി കെയർഫുൾ that you fill the data correctly. No change will be accepted through offline mode, through fax or application or by email etc. So തെറ്റി കഴിഞ്ഞിട്ട് ഇമെയിൽ അയച്ചാലോ ഓഫ്ലൈൻ മോഡിൽ എന്തെങ്കിലും അയച്ചാലോ ഒന്നും ഇവർ അക്സെപ്റ്റ് ചെയ്യില്ല. പ്ലീസ് നോട്ട് ദാറ്റ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്ട്രക്ചർ ആൻഡ് കോണ്ടന്റ് ഓഫ് CTET. All questions in CTET will be multiple choice questions with 4 alternatives out of which one answer will be most appropriate, each carrying 1 mark and there will be no negative marking. Negative marking ഉണ്ടായിരിക്കുന്നതല്ല. Then paper 1 will be for a person who intends to teach classes 1 to 5. Paper 2 classes 6 to 8. ഇപ്പോൾ 1 മുതൽ 5-ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനാണ് പേപ്പർ 1. പേപ്പർ 2 6 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകൾക്കാണ്.
A person who intends to be a teacher for both levels, that is classes 1 to 5 and classes 6 to 8, will have to appear both the papers, paper 1 and paper 2. ഇനി 1 മുതൽ 5 വരെയും 6 മുതൽ 8 വരെയും ഈ എല്ലാ ക്ലാസ്സുകളിലും പഠിപ്പിക്കാൻ യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ 2 എക്സാമും എഴുതാവുന്നതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് പേപ്പർ 1ന്റെ സ്ട്രക്ചറാണ്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി കമ്പൽസറി 30 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് 30 മാർക്സ്. മാത്തമാറ്റിക്സ് വിച്ച് ഇസ് കമ്പൽസറി 30 ചോദ്യങ്ങളാണ്, 30 മാർക്കാണ്. എൻവയോൺമെന്റൽ സ്റ്റഡീസ് 30 ചോദ്യങ്ങൾ 30 മാർക്ക്. ലാംഗ്വേജ് 1 30 ചോദ്യങ്ങൾ 30 മാർക്ക്. ലാംഗ്വേജ് 2 30 ചോദ്യങ്ങൾ 30 മാർക്ക്. അങ്ങനെ ടോട്ടൽ 150 മാർക്കിലാണ് പേപ്പർ 1 കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, 2.5 hours ആണ് ഈ എക്സാമിന് അലോട്ട് ചെയ്തിട്ടുള്ള ടൈം. പേപ്പർ 2 ഫോർ ക്ലാസ്സസ് 6 to 8 എലിമെന്ററി സ്റ്റേജ്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി 30 മാർക്കാണ്, 30 ചോദ്യങ്ങളാണ്. മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് 60 മാർക്ക്, 60 ചോദ്യങ്ങൾ ഫോർ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ടീച്ചർ. ഓക്കെ, നിങ്ങളുടെ സബ്ജക്ട് മാത്സ് ആൻഡ് സയൻസ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു സെക്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ ചോയ്സ് ഇതായിരിക്കണം, മാത്സ് ആൻഡ് സയൻസ്. ഇനി നിങ്ങൾ ഒരു സോഷ്യൽ സയൻസ് ഒരു ലാംഗ്വേജ് ഒക്കെ ടീച്ചർ ആണെങ്കിൽ സോഷ്യൽ സ്റ്റഡീസ് ഓർ സയൻസ് ഈ ഒരു സെക്ഷനാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. സോഷ്യൽ സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ലാംഗ്വേജ് 2. ദാറ്റ് ഇസ് 60 മാർക്സ് questions from social studies or social science, then 30 marks language 1, language 2 30 marks, total 150 marks. അപ്പോൾ സീറ്റഡ് കാറ്റഗറി 1 ആണെങ്കിലും 2 ആണെങ്കിലും ടോട്ടൽ 150 മാർക്സ് ആണ്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ആപ്ലിക്കബിലിറ്റി. ദ സീറ്റഡ് ഷാൾ അപ്ലൈ ടു സ്കൂൾസ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ്, അതായത് KVs, നേവീസ്, സെൻട്രൽ ടിബറ്റൻ സ്കൂൾസ് എക്സെട്ര, ആൻഡ് സ്കൂൾസ് അണ്ടർ ദ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് UTs ഓഫ് ചണ്ഡീഗഡ്, ദാദ്ര ആൻഡ് നാഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയു, ആൻഡ് ആൻഡമാൻ ആൻഡ് നിക്കോബർ ഐലൻഡ്, ലക്ഷദ്വീപ്, NCT of Delhi. Then seated may also apply to the unaided private schools who may exercise the option of considering the seated. Schools owned and managed by the state government or local bodies and aided schools shall conduct TET conducted by the state government. However, a state government can also consider seated if it decides not to conduct the state TET. സീറ്ററ്റ് നിങ്ങൾ എന്തിനു എഴുതണം എന്ന് ചോദിച്ചാൽ ഈ ഒരു കാര്യം, ഇത്രയും ഒരു കാര്യം നിങ്ങൾ വായിച്ചു നോക്കുക. അതിന്റെ ആപ്ലിക്കബിലിറ്റി ആണ് ഈ കൊടുത്തിരിക്കുന്നത്. സിലബസ് ഞാൻ മറ്റൊരു വീഡിയോയിൽ തരുന്നതായിരിക്കും. ഈ വീഡിയോയിൽ സിലബസ് തരുന്നില്ല. ഇതൊക്കെയാണ് അതിന്റെ സിലബസ്. ഓക്കെ, ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകുന്ന ഇതാണ് സീറ്ററ്റിന്റെ സിലബസ് എന്ന് പറയുന്നത്. കാരണം സിലബസ് പറയാൻ നിന്നാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് അല്ലല്ലോ സിലബസ് വേണ്ടത്. അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് സിലബസ് നോക്കാം. അടുത്തത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ അറ്റ് എ ഗ്ലാൻസ് ഫോർ സീറ്ററ്റ് ഫെബ്രുവരി 2026. സ്റ്റാർട്ട് ഓഫ് അഡ്മിഷൻ 27/11/2025. ലാസ്റ്റ് ഡേറ്റ് 18/12/2025. ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ഫീ 18-ാം തീയതി തന്നെയാണ്. ഓൺലൈൻ കറക്ഷൻസ് അവൈലബിൾ ആകുന്നത് 23/12/2025 തൊട്ട് 26/12/2025 വരെ. പ്രത്യേകം ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്, നോ കറക്ഷൻസ് വിൽ ബി അലൗഡ് അണ്ടർ എനി സർക്കംസ്റ്റൻസസ് ആഫ്റ്റർ ദിസ് ഡേറ്റ്. അഡ്മിറ്റ് കാർഡ് എപ്പോഴാണ് വരുന്നത്? എക്സാമിന് 2 ദിവസം മുമ്പ് മാത്രമാണ് അഡ്മിറ്റ് കാർഡ് വരുന്നത്. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ 8/2/2026 ഞായറാഴ്ച. ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് ബൈ ദ എൻഡ് ഓഫ് മാർച്ച് ടെൻറ്റേറ്റീവ്ലി. ഓക്കെ, ടൈം ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, ദെൻ ഷിഫ്റ്റ്, മോർണിംഗ് ഈവനിങ് ഷിഫ്റ്റ്, എൻട്രി ഇൻ ദ എക്സാമിനേഷൻ സെന്റർ, ചെക്കിംഗ് ഓഫ് അഡ്മിറ്റ് കാർഡ്സ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെസ്റ്റ് ബുക്ക്ലെറ്റ്. ഇതിന്റെ ഓരോന്നിന്റെയും ടൈം കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്നാലും അറിയാത്തവർക്കൊന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈം ഷെഡ്യൂൾ ഞാനിവിടെ കൊടുക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവുക എലിജിബിലിറ്റിയെ കുറിച്ചാണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ മിനിമം ക്വാളിഫിക്കേഷൻസ് ഫോർ അപ്പിയറിംഗ് ഇൻ ദ സീറ്ററ്റ് ആർ ആസ് നോട്ടിഫൈഡ് ബൈ NCTE. ദി കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു വിസിറ്റ് ദ വെബ്സൈറ്റ് ഓഫ് NCTE ടു അസർട്ടൈൻ ദെയർ എലിജിബിലിറ്റി. സോ ഈ കാണുന്ന വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യുക നിങ്ങളുടെ എലിജിബിലിറ്റി ഇതിന് പറ്റിയതാണോ എന്ന്. The minimum qualifications for the teaching staff should be in accordance with the following: National Council for Teacher Education determination of minimum qualifications for persons to be recruited as education teachers and physical education teachers in pre-primary, primary, upper primary, secondary, senior secondary or intermediate schools or colleges. So NCTE regulations as amended are notified from time to time. So you have to check the website. Minimum qualifications laid down in the recruitment rules for the teachers by the appropriate government where the schools is situated, or the recruitment rules for the teachers of Kendriya Vidyalaya Sanketan or Navodaya Vidyalaya Samiti. The candidate should satisfy his or her eligibility before applying and shall be personally responsible in case he or she is not eligible to apply as per the given eligibility criteria. It is to be noted that if a candidate has been allowed to appear in the Central Teacher Eligibility Test, it does not imply that the candidate's eligibility has been verified. It does not vest any right with the candidate or appointment. The eligibility shall be finally verified by the concerned recruiting agency or appointing authority. As notified by NCTE, relaxation up to 5% in the qualifying marks in the minimum educational qualification for eligibility shall be allowed to the candidates belonging to reserved categories such as SC, ST or OBC or differently abled. അപ്പോൾ എലിജിബിലിറ്റിയെ സംബന്ധിച്ച് നിങ്ങൾ ഉറപ്പായും ഈ സൈറ്റിൽ പോയി വായിച്ചു നോക്കുക. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏതാ നിങ്ങൾക്കേ അറിയുള്ളൂ. സോ ജസ്റ്റ് റീഡ് ഇറ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണുവാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടി ചെയ്യുക. താങ്ക് യു സോ മച്ച്.